ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ മൂന്നാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലാണ് ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റ് ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ മല്ലു ഡ്രാമ ലവേഴ്സ് ചാനലിൽ നമ്മളൊരു പുതിയ റിവേഞ്ച് ലവ് തായ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയിനും ഒന്നിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്, ഞാൻ എത്രയൊക്കെ അവനെ കൊണ്ട് അവന്റെ ലവ് പറയിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ എന്നോട് പറയുന്നേ ഇല്ല. ഇനി സത്യത്തില് അവൻ എന്നോട് ലവ് ഉണ്ടായിരിക്കില്ലേ? നീ പറ, നീയും ഒരു ബോയ് അല്ലേ? ഞാൻ എന്താ ലവ് ചെയ്യാൻ കൊള്ളില്ലാത്ത പെണ്ണാണോ എന്ന് ഒരുമാതിരി സാഡ് ആയിട്ട് ചോദിച്ചാല് ഹീറോ അങ്ങനെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ കംഫോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവള് ദൂരെ കാണുന്ന ഒരു ടവർ കാണിച്ചിട്ടേ, ആ ടവർ കണ്ടോ? ആ ടവറിന് മുകളിൽ നിന്ന് ആര് പ്രപ്പോസ് ചെയ്താലും അവർ അവസാനം വരെ പിരിയില്ലത്രേ. അതുമാത്രല്ല, ആ ടവറില് കപ്പിൾസിന്റെ നെയിം എഴുതി ലോക്ക് ചെയ്ത് വെച്ചാല് അവർ ഈ ജന്മത്തില് മാത്രമല്ല എല്ലാ ജന്മത്തിലും ഒരുമിച്ചിരിക്കാം. പക്ഷെ എനിക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത്. ഇനി ഒരു പക്ഷേ അവന് ലവ് ചെയ്യുന്നത്ര വെറുത്തല്ല ഞാനെന്ന് തോന്നുന്നതെന്ന് അവള് പറഞ്ഞതും, നീ അങ്ങനെയൊന്നും പറയല്ലേ, ഈ ലോകത്തിലെ മോസ്റ്റ് വർത്ത് ആയ പേഴ്സൺ നീ തന്നെയാണ്, നീ നിന്നെ തന്നെ ഡൗൺ ആക്കി കാണല്ലേ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചതും അവൾക്ക് ഇതൊക്കെ കേട്ടതും ഒരുമാതിരി ആകുന്നുണ്ട്. ഹീറോയിന് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോ ഹീറോ അവളോട് പറയുന്നുണ്ട്, ഇത് നിന്റെ ലൈഫാണ്, അതെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നീ തന്നെയാണ് തീരുമാനിക്കുന്നത്. സോ നല്ല പോലെ ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കെന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. അങ്ങനെ ഹീറോ തിരികെ അവന്റെ വീട്ടിലേക്ക് വരുമ്പോ നേരത്തെ ഹീറോയിന് സ്റ്റോറിലായിരിക്കുമ്പോ ഒരുത്തൻ അവളെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അവൻ അവിടെ സസ്പീഷ്യസ് ആയ രീതിയിൽ കറങ്ങി നടക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ഹീറോ അവനെ പിടിച്ചു നിർത്തി, ആരാ നീ? എന്തിനാ നീ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാല് ഉടനെ അവൻ ഹീറോയുടെ വയറ്റിൽ ഒരു കുത്തു കൊടുത്തിട്ട് ഓടിക്കളയുവാണ്. പാവം ഹീറോയ്ക്കും അതുകൊണ്ട് അവനെ ഫോളോ ചെയ്ത് പോകാനും പറ്റുന്നില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ മുതൽ ഹീറോ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങും. ഹീറോയിന് ചുറ്റും സംശയിക്കുന്ന രീതിയിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അവൻ മാറി നിന്ന് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് ശ്രദ്ധിക്കുന്ന നമ്മുടെ ഹീറോയിന് ഫ്രണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ വയറ്റിൽ ഒരു കുത്തു കൊടുത്തിട്ട്, നീ എന്താണ് അവളെ നോക്കി തിന്നുവാണോ? മെല്ലെ ഒക്കെ നോക്കിയെന്ന് പറഞ്ഞ് കളിയാക്കിയതും ഇവൻ വേദന കൊണ്ട് അലറാനായിട്ട് തുടങ്ങുവാണ്. അയ്യോ, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ പതുക്കേലെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് ഹീറോയുടെ ഷർട്ട് പൊക്കി നോക്കിയാല് അവന്റെ വയറ് നല്ല രീതിയിൽ വീങ്ങിയിരിക്കുന്നത് കാണുന്നുണ്ട്. എന്താ ഇത്? നിന്നെ ആരെങ്ങനെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചാല് ഹീറോയും ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുപോയി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഫ്രണ്ട്, അത്രേ ഉള്ളോ? ആരെങ്കിലും അവളോട് വൺ സൈഡ് ലവ് ചെയ്യുന്നവൻ ആരെങ്കിലും ആയിരിക്കും. കാരണം എനിക്ക് ഹീറോയിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ചെറിയ വയസ്സ് മുതലേ അവൾ ഒരു ഏഞ്ചലിനെ പോലെ ആയിരുന്നു. നല്ല അച്ചടക്കമുള്ള ഒരു സുന്ദരി പെൺകുട്ടി. അതുകൊണ്ട് അന്ന് മുതലേ നിറയെ ചെക്കന്മാര് ഇവളുടെ പുറകെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും നീ കണ്ടതെന്ന് പറഞ്ഞാല് ഇത് അങ്ങനെയൊന്നും അല്ല, അവന്റെ മോട്ടീവ് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് ഹീറോ പറയുവാണ്. പക്ഷെ ഫ്രണ്ട് അത് വലിയ കാര്യമാക്കി എടുക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് സ്റ്റില് ഡൗട്ട് ആയിട്ടാണ് ഫീൽ ആകുന്നത്. അത് മാത്രല്ല, ഹീറോ ആ സമയത്ത് അവനെ ടച്ച് ചെയ്തപ്പോ അവൻ ഏതോ ഒരു പെണ്ണിന്റെ പിന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ഫ്യൂച്ചർ കണ്ടിരുന്നു. ഇനി അത് ഹീറോയിൻ ആണെങ്കിലും എന്ന് കരുതിയിട്ട് നേരെ ഷോപ്പിലേക്ക് വന്ന് അവളെ തിരക്കിയാല് അവള് പുറത്തെവിടേക്കോ പോയെന്ന കാര്യം അറിയുന്നുണ്ട്. ഇവനും ടെൻഷനായി, അവൾ എവിടേക്കാ പോയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചാല് ഹീറോയിന്റെ വേറൊരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഓൾറെഡി തന്നെ ആളുണ്ട്, ഇനിയും എത്ര നാളെ നീ അവളുടെ പിന്നാലെ നടക്കുമെന്ന് ചോദിച്ചാല് അയ്യോ അത് അങ്ങനെയല്ല, ഒന്ന് പറ, ഇത് അർജന്റ് ആണെന്ന് പറഞ്ഞാല് എനിക്കറിയില്ല, നീ അവളോട് തന്നെ കോള് ചെയ്ത് ചോദിക്കെന്ന് പറയുവാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയും വേഗം തന്നെ ഹീറോയിന് കോള് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഉടനെ അവളും ഞാൻ ഒരു പാർക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ്, എന്താണെന്ന് ചോദിച്ചാല് ഹീറോ, പാർക്കിലോ? ഈ ടൈമിൽ നീ എന്തിനാ പാർക്കിൽ പോയത്? ശരി, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്ക്, ഞാൻ വേഗം തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞാല് നിൽക്ക് എനിക്കൊരു കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുവാണ്. ഇത് കേട്ട് ഹീറോയും ഇവൾക്ക് ഈ ഗ്യാപ്പിലാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിലോ എന്ന് പേടിച്ച് അവൻ വേഗത്തിലെ അവിടേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഹീറോയെ നേരത്തെ കുത്തിയിട്ട് പോയ ഹീറോയിനെ ഫോളോ ചെയ്യുന്ന അവൻ ഹീറോയിന്റെ പിന്നാലെ വന്ന് അവളെ താഴേക്ക് തള്ളിയിടാനായിട്ട് നോക്കുന്നത്. പക്ഷെ കറക്റ്റ് ടൈമില് ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാള് കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ കിട്ടിയ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്ത് അയാളെ ഹീറോ പിടിച്ച് തള്ളുന്നുണ്ട്. പക്ഷെ പിടിവലിയില് നമ്മുടെ ഹീറോയ്ക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അതിനുള്ളിലെ പോലീസുകാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഹീറോ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പേ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എങ്ങനെയോ ഇപ്പോഴത്തേക്ക് അവര് സേഫ് ആയി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഹീറോയിൻ വളരെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവന് പരിക്ക് പറ്റിയിരിക്കുന്നത് കണ്ട് അവൾക്ക് ഒരുമാതിരി വിഷമാകുന്നുണ്ട്.
എനിക്ക് വേണ്ടി നീ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നതെന്ന് ചോദിച്ചാല് ഇപ്പൊ കൂടുതൽ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, വിടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. എന്നാലും ഹീറോയെ ഓർത്ത് ഹീറോയിന് ഒരു സമാധാനവും ഇല്ല. ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവന്റെ അടുത്തിരുന്ന് തന്നെ ഫീൽ ചെയ്ത് പറയുവാണ്. പക്ഷെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ടിന് ഇത് തീരെ ഇഷ്ടാകുന്നില്ല. അതുകൊണ്ട് അവൻ ഒരുമാതിരി ഹീറോയെ നോക്കി പേടിപ്പിക്കുന്ന രീതിയിലാണ് നോക്കി നിൽക്കുന്നത്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഹീറോയ്ക്ക് കുറച്ച് ഭേദമാകുന്നുണ്ട്. അതുകൊണ്ട് അവൻ തിരികെ സ്റ്റോറിലേക്ക് ജോലിക്ക് വേണ്ടി വരുവാണ്. സോ അപ്പോ ആ സമയത്ത് അവരുടെ ഷോപ്പിലേക്ക് ഒരു ഫേമസ് ആയ മോഡലിംഗ് ചെയ്യുന്ന പെണ്ണ് വരാൻ പോകുന്നുണ്ടെന്ന് ഒരു ന്യൂസ് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ എല്ലാവരും സേഫ് ആയിട്ട് നോക്കണം, സെക്യൂരിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും ആ മോഡലിംഗ് പെണ്ണും അവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ കുറച്ചു കഴിഞ്ഞ് നോക്കിയാല് ഈ പെണ്ണിനെ അവിടെ എങ്ങും കാണുന്നില്ല. അവളെ കാണാനില്ലെന്ന് അറിഞ്ഞതും അവളുടെ അസിസ്റ്റന്റ് പയ്യൻ വളരെ ടെൻഷനായിട്ട് തേടാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഇതറിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരുടെ കൂടെ തേടി നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ആ പെൺകുട്ടിയെ കണ്ടു കിട്ടുന്നില്ല. സോ ഉടനെ ഹീറോയ്ക്കും വേറെ വഴിയില്ലാതെ അവൻ അസിസ്റ്റന്റ് പയ്യന്റെ കയ്യിൽ ടച്ച് ചെയ്ത് നോക്കിയാല് കാണാതെ പോയിട്ടുള്ള ആ പെണ്ണ് ഒരു സ്റ്റാച്ചുവിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോയും അസിസ്റ്റന്റ് പയ്യനും കൂടി നേരെ ആ പ്ലേസിലേക്ക് ചെന്നാല് കറക്റ്റ് ആയിട്ട് ആ പെൺകുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇവളെ കണ്ടതും അസിസ്റ്റന്റ് പയ്യൻ ഓടിച്ചെന്ന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചാല് സോറി, ഞാൻ അറിയാതെ ഇവിടേക്ക് വന്നു പോയതാണെന്ന് അവളും സോറി ചോദിക്കുവാണ്. അപ്പൊ അസിസ്റ്റന്റ് പയ്യനും തിരികെ പറയുവാണ്, മാഡം നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങളല്ലേ നോക്കേണ്ടത്, ഞങ്ങളുടെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യാത്തതിന് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ പയ്യന് തിരികെ സോറി പറയുവാണ്. അതുമാത്രല്ല ഇവളെ കണ്ട് കിട്ടിയതും അസിസ്റ്റന്റ് പയ്യൻ എന്തോ ജീവൻ പോയി തിരികെ കിട്ടിയ പോലെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അസിസ്റ്റന്റ് പയ്യന് ആ മോഡൽ ഗേളിനെ ഇഷ്ടമാണെന്ന്. അതുമാത്രമല്ല ആ മോഡൽ ഗേളിനും തിരിച്ചും ആ പയ്യനെ വളരെ ഇഷ്ടമാണ്. പക്ഷെ അവരുടെ ഫീലിങ്സ് ഇതുവരെ അവർ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഹീറോ ആ മോഡലിംഗ് ഗേളിന്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ എന്തിനെ കുറിച്ച് ഓർത്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും അത് എപ്പോഴെങ്കിലൊക്കെ പുറത്ത് വന്നിരിക്കും. അതായത് ആ മോഡൽ ഗേളിന് അസിസ്റ്റന്റ് പയ്യനെ നേരത്തെ തന്നെ വളരെ ഇഷ്ടമാണ്. അസിസ്റ്റന്റ് പയ്യനും തിരികെ ഇഷ്ടമാണെങ്കിലും അവളുടെ കരിയർ ഓർത്ത് വേണ്ട, ലവ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവളൊന്ന് കാണാതെ പോയതും അവൻ വളരെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ വെപ്രാളവും റിയാക്ഷനും ഒക്കെ കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവനും ഇവളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. അതിനെക്കുറിച്ച് തുറന്നു പറയാത്ത രീതിയിൽ സംസാരിച്ചതും ആ മോഡൽ ഗേളിനും കാര്യം മനസ്സിലാകുന്നുണ്ട്. നമുക്കുള്ളത് പോലെയുള്ള ഫീലിങ്സ് അസിസ്റ്റന്റ് പയ്യനും അവളോട് തിരിച്ചുണ്ടെന്ന്. അതുകൊണ്ട് ഹീറോയോട് താങ്ക്സ് പറഞ്ഞ് അവനൊരു ഹഗ്ഗും കൊടുത്തിട്ട് പോയതും ഇത് കാണുന്ന നമ്മുടെ ഹീറോയിന് ഇഷ്ടമാകുന്നില്ല. ചെറിയൊരു പൊസസീവ്നെസ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോ നോട്ടീസ് ചെയ്ത് ഹേയ് നീ തെറ്റിദ്ധരിക്കരുത്, അവള് താങ്ക്സ് പറയാൻ വേണ്ടിയാണ് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് പറഞ്ഞാല് ഹീറോയിനും അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ച് അവിടെ നിന്ന് പോയി കളയുവാണ്. നെക്സ്റ്റ് ഹീറോ വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഹീറോയിനെ സേഫ് ചെയ്തില്ലേ, ഇനി അവൾക്ക് യാതൊരു ആപത്തും വരില്ലായിരിക്കും. സോ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി, ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഷോപ്പിലെ വർക്കും അവൻ നിർത്തുന്നുണ്ട്. പക്ഷേ ഹീറോ ഷോപ്പിലേക്ക് വരാതെ ആയതും ഹീറോയിന് അവനെ വളരെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ അവൾക്ക് അവൻ വർക്ക് വിട്ടു പോയ കാര്യം അറിയില്ല. എന്തായത് ഇത്ര നാൾ അവൻ ജോലിക്ക് വരുന്നില്ല, പെട്ടെന്ന് ഇത് എവിടേക്കാ കാണാതെ പോയതെന്ന് അവള് ചിന്തിക്കുവാണ്. അപ്പോഴാണ് ഓണർ ലേഡി വന്ന് പറയുന്നത് അവൻ ജോലി വിട്ടു പോയെന്ന്. ഇത് കേട്ടതും ഹീറോയിന് അപ്സെറ്റ് ആകുന്നുണ്ട്. എന്താ അവൻ ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് പോയതെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഇവിടെ ഹീറോയ്ക്കും അവളെ ഒരു വിധത്തിൽ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ നേരെ അവന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് വരുമ്പോ ഹീറോ ആദ്യം തന്നെ ഒരു പെൺകുട്ടിയെ കണ്ട് ഫ്യൂച്ചർ പറഞ്ഞില്ലേ, ആ പെൺകുട്ടി വന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ എന്റെ ലൈഫ് ഇപ്പോ നല്ല രീതിയിലാണ് സന്തോഷമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കേക്ക് കൊടുക്കാനായിട്ട് വന്നാല് ഹീറോ ഓൾറെഡി തന്നെ ബാഡ് മൂഡിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ അധികം സംസാരിക്കാതെ അവിടെ നിന്ന് നടന്നു പോകുവാണ്. കട്ട് ചെയ്താലെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. അപ്പോഴും നമ്മുടെ ഹീറോയിൻ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൾക്ക് ഹീറോയെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ആ മോഡലിംഗ് ഗേളും അസിസ്റ്റന്റ് പയ്യനും വന്ന് ഹീറോയെ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഹീറോ ഷോപ്പിൽ നിന്ന് പോയ കാര്യം അറിയുന്നത്. ഉടനെ തന്നെ ആ പെണ്ണെ ഹീറോവിന്റെ അടുത്തേക്ക് വന്ന് എനിക്കൊരു കാര്യം നല്ല പോലെ മനസ്സിലായി. അതെന്താണെന്നാല് ഹീറോയ്ക്ക് നിന്നോട് ലവ് ഉണ്ട്. കാരണം അന്ന് അവൻ എന്റെ ലവിനെ കുറിച്ച് അഡ്വൈസ് തരുമ്പോഴൊക്കെ അവന്റെ കണ്ണ് മുഴുക്കെ നിന്റെ മേലെ ആയിരുന്നു. ഇതിൽ നിന്ന് അവന് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞതും ചുമ്മാ ഇരുന്ന നമ്മുടെ ഹീറോയിന്റെ മനസ്സ് ഇപ്പോൾ പിന്നെയും വളരെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. എന്നാലും അവൾ അവളുടെ ഉള്ളിൽ തന്നെ ചിന്തിക്കുവാണ് നമുക്ക് വേണ്ടി ഒരുത്തൻ ഇത്രയും കെയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, എങ്കിൽ അവനെ ഒന്ന് പോയി മീറ്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന്.
കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അപ്പൊ കോൾ ചെയ്യുന്നത്. ഉടനെ ഇപ്പോഴാണ് അവള് റിയലൈസ് ചെയ്യുന്നത്, അല്ല നമുക്ക് ഓൾറെഡി തന്നെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അങ്ങനെയുള്ളപ്പോ വേറൊരു പയ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് അവൾ ഒന്നുകൂടെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അവസാനം അവനെ മീറ്റ് ചെയ്യാമെന്ന തീരുമാനം അവള് മാറ്റി വെക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഒരേ ഒരു പാർട്ട് കൂടി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതുമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഫൈനൽ പാർട്ടുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.